ലോക പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് കണ്ണൂരിൽ തുടക്കം. പുകയിലക്കെതിരെ പുതുതലമുറയ്ക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കും. അടുത്ത മാസം 26 വരെ നീണ്ടുനിൽക്കുന്നതാണ് ക്യാമ്പയിൻ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനാചരണം നടക്കുന്നത്. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും KP മോഹനൻ MLA നിർവഹിച്ചു. പുകയിലക്കെതിരെ പുതുതലമുറയ്ക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത KP മോഹനൻ MLA പറഞ്ഞു. ലോകത്തിൽ ജനങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് പുകയിലയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടത്. ലഹരിക്കെതിരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ട് അതോടൊപ്പം ഇന്നത്തെ ദിവസം May 31 ലോക പുകയിലയുടെ വിരുദ്ധ ദിനമായിരുന്നു. അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരെയും അതിൻ്റെ പ്രചരണവുമായി മുന്നോട്ട് പോകണം. നമ്മുടെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആർബുദം അത് ഒരുപാട് ആളുകൾ ഇപ്പം ഞാൻ വരുന്നത് ഗവൺമെൻറ് സൂചനയാണ്. അവിടെ വളരെ കാലമായിട്ട് കിടപ്പിലാണ്. അന്വേഷിച്ചിരിക്കുകയാണ്. ലോക പുകയില വിരുദ്ധ ദിനമായ May 31 മുതൽ ലഹരി വിരുദ്ധ ദിനമായ June 26 വരെയാണ് ക്യാമ്പയിൻ നടക്കുക. രണ്ടാം ഘട്ടത്തിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വദനാർബുദം, വൻകുടൽ ക്യാൻസർ എന്നിവ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ നടത്തുകയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെമ്പാടും പുകയിലയ്ക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഒന്നാം ഘട്ടത്തിൽ സ്ത്രീകളിൽ ക്യാൻസർ നിയന്ത്രണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആദ്യ നടപടിയെന്ന നിലയിൽ കുട്ടികൾക്കിടയിലുള്ള പുകയില ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് നടത്തുക. ജൂൺ മാസത്തോടെ ജില്ലയിലെ വിദ്യാലയങ്ങൾ പുകയില രഹിതമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കളക്ടർ അരുൺ K. വിജയൻ, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, അസിസ്റ്റന്റ് കളക്ടർ എഹ്തദ മുസഫിർ, DMO ഡോക്ടർ M. പീയൂഷ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ KT രേഖ, ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ MS ആർദ്ര, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.